السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد. ബഹുമാന്യ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, വിശുദ്ധ റമദാനിന്റെ അവസാന സമയങ്ങളിലേക്ക്, അവസാന ദിവസങ്ങളിലേക്ക് എത്തി നിൽക്കുന്ന നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല ഇനിയും ധാരാളം റമദാനുകളും സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഉപയോഗപ്പെടുത്താനുമുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ പറയുന്നത് മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെ പറ്റിയാണ്. ഖബറുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ടുന്ന മര്യാദകളും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളുമൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്കും വേണ്ടി ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക്, സുഹൃത്തുക്കൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, എന്തെല്ലാം പാടില്ല എന്നൊരു കാര്യമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. ഇവിടെ നമുക്കെല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന മയ്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമുള്ള ഒന്നാണ്, നമ്മൾ പലപ്പോഴും അശ്രദ്ധമായി കാണുന്ന ഒന്നുകൂടിയാണ് മയ്യത്ത് ഖബറിടം സന്ദർശിക്കുക എന്ന് പറയുന്നത്. സിയാറത്തുൽ ഖുബൂർ, ഖബർ സന്ദർശനം എന്നത് വലിയ നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഖബർ സന്ദർശനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഫസൂറു അൽ ഖുബൂർ ഫഇന്നഹ തുദക്കിറുകുമുൽ ആഖിറ. നിങ്ങൾക്ക് ആഖിറത്തിനെ പറ്റിയുള്ള ബോധമുണ്ടാകും, മരണത്തെ സംബന്ധിച്ചുള്ള ബോധമുണ്ടാകും. ഈ രണ്ട് ബോധവും, രണ്ട് ഓർമ്മകളും ഒരു വിശ്വാസിക്ക് വളരെ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. ഇതാണ് നമ്മൾ അറിയേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം മയ്യത്ത് ഖബർ സന്ദർശിക്കുന്ന ഒരാൾക്ക് അവിടെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ആ ഖബറാളിക്ക് വേണ്ടി സലാം പറയുക എന്ന് പറയുന്നതാണ്. നമ്മുടെ സലാമിന് അവർ ആവശ്യക്കാരാണ്. ജീവിതത്തിൽ അവരൊരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സലാമുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അവർ അവരുടെ കർമ്മഫലങ്ങൾ അനുഭവിച്ചു തുടങ്ങുന്ന ഒരു ലോകത്താണ്. അവിടെ രക്ഷയുടെയും സമാധാനത്തിന്റെയും പ്രാർത്ഥനകൾ അവർക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടെ പോവുകയും സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി സലാം പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നത് ഒരു വിശ്വാസിയുടെ നിർബന്ധ ബാധ്യതകളിൽപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു കാര്യമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, പ്രവാചകൻ അവരുടെ വീട്ടിൽ ഉണ്ടാകുന്ന ദിവസങ്ങളിലെല്ലാം മദീനയിലെ പൊതു ശ്മശാനമായ ബഖീഉൽ ഗർഖദ് എന്ന് പറയുന്ന, ഇന്ന് നമുക്ക് മസ്ജിദ് നബവിയുടെ ഒരു ഭാഗത്തായി കാണുന്ന ആ ഖബറിടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിക്കാറുണ്ടായിരുന്നു. രാത്രിയുടെ ഒരു യാമത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് സ്ഥിരമായിട്ട് പോകാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇത് വലിയ ഗുണങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് അറിയാമെങ്കിലും സ്ത്രീകൾക്ക് പ്രത്യേകമായി അതിലൊരു പുണ്യവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഖബർ സന്ദർശനം ഹറാമാണ് എന്നാണ് നല്ലൊരു ശതമാനം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ചില പണ്ഡിതന്മാർ ഹറാമാണ് എന്ന് പറയാൻ പറ്റില്ല, അനുവദനീയമാണ്, സ്ഥിരമായിട്ടല്ല എങ്കിൽ എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് വലിയ പുണ്യമുണ്ട് എന്ന് വിചാരിച്ച് ഒരാളും ഒരു സ്ത്രീയും ഖബർ സന്ദർശനം നടത്താൻ പാടില്ല. അവർക്ക് നിരുത്സാഹപ്പെടുത്തിയ ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി വനിതകൾ പറയുന്നു, ഞങ്ങളോട് പ്രവാചകൻ അത് വിരോധിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു കർക്കശ സ്വഭാവത്തിലല്ല പ്രവാചകൻ വിരോധിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നാണ് ചില പണ്ഡിതന്മാർ എപ്പോഴെങ്കിലുമൊക്കെ ആകാം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും പാടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, അവർ ഖബർസ്ഥാനിന്റെ അടുത്തുകൂടി നടന്നു പോവുകയാണ് എങ്കിൽ അവിടെ ഖബറാളിയോട് സലാം പറയാം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അത്ര കർശനമായിട്ട് അത് വിരോധിക്കാതിരുന്നത്. അവർക്കും അതിന്റെ അടുത്തുകൂടി നടന്നു പോവുക എന്ന് പറയുന്നതൊക്കെ ആവശ്യമായി വരുമല്ലോ. പ്രത്യേകിച്ച് വഴിയുടെ ഓരത്തൊക്കെയാണ് ഖബർസ്ഥാൻ ഉള്ളത് എങ്കിൽ അതിന്റെ അടുത്തുകൂടി നടന്നു പോകുമ്പോൾ ആണുങ്ങളെ പോലെ തന്നെ സ്ത്രീകൾക്കും ഈ പ്രാർത്ഥനയും ഖബറാളിക്ക് സലാം പറയലും ഒക്കെ നടത്താവുന്നതാണ് എന്നതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് കാണാൻ കഴിയും. ഖബറിനടുത്തു കൂടി നടന്നു പോകുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ബുറൈദ റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുഹും ഇദാ ഖറജു ഇലൽ മഖാബിർ, ഖബർസ്ഥാനിലേക്ക് അവർ പോവുകയാണ് എങ്കിൽ എന്തായിരിക്കണം പറയേണ്ടത്, ചെയ്യേണ്ടത് എന്ന് പ്രവാചകൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ഫകാന ഖായിലുഹും, അങ്ങനെ അവിടെ പോകുന്ന ആളുകൾ പറയുമായിരുന്നു, അസ്സലാമു അലൈക്കും അഹ്ല ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളും മുഅ്മിനീങ്ങളുമായിട്ടുള്ള ഈ ഖബറിടങ്ങളിൽ താമസിക്കുന്ന വിശ്വാസികളെ, മുസ്ലിങ്ങളെ എന്ന് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ, രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. എന്ന് അവർക്ക് സലാം പറയും. എന്നിട്ട് വഇന്ന ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ, ഞങ്ങളും നിങ്ങളോടൊപ്പം വരാനുള്ളവർ തന്നെയാണ് എന്ന് മരണത്തെപ്പറ്റിയുള്ള ഒരു ബോധം ഉണ്ടാക്കുന്ന ഒരു സംസാരവും നടത്തും. അസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ, ഞങ്ങൾക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആഫിയത്തിനെ ഞങ്ങൾ ചോദിക്കുകയാണ്, സൗഖ്യത്തെ ഞങ്ങൾ ചോദിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ് റബ്ബിനോട് ഞങ്ങൾ സൗഖ്യം ലഭിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അവർക്ക് വേണ്ടി പാപമോചനത്തിനും വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് നബി അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്ന ദുആഇനെ പറ്റി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ സിയാറത്ത് നടത്തുന്ന സമയത്തല്ല എങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പൊ നമസ്കാരം കഴിഞ്ഞിരുന്ന് മാതാപിതാക്കൾക്ക് വേണ്ടി, മരിച്ചുപോയ മാതാപിതാക്കൾക്ക്, മക്കൾക്ക്, സഹോദരങ്ങൾക്ക്, ഭാര്യയ്ക്ക്, ഭർത്താവിന് ഒക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അതിനെ ഖബർ സന്ദർശിക്കണമെന്ന് തന്നെയില്ല. ഖബർ സന്ദർശിക്കുന്ന സമയത്ത് ഈ സലാം പറയലും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും അത് പ്രത്യേകം പുണ്യമായിട്ടുള്ളത്. അതല്ലാത്ത സമയത്തും അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് വിശ്വാസികളായ എല്ലാവർക്കും വേണ്ടിയും നമ്മൾ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി നമ്മൾ നടത്തേണ്ടുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ വേണ്ടി അവർ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാതൽ ഇൻസാനു ഖതഅ അമലുഹു, ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ ഇൻഖതഅ അൻഹു അമലു, അവന്റെ പ്രവർത്തനങ്ങളൊക്കെ നിലച്ചുപോയല്ലോ. ഇല്ലാ മിൻ സലാസത്തിൻ, 3 കാര്യങ്ങൾ ഒഴിച്ച് അത് നിലക്കുകയില്ല എന്ന. ഒന്നാമത്തത് സ്വദഖത്തുൻ ജാരിയയാണ്, അഥവാ നിലനിൽക്കുന്ന സ്വദഖ. അവൻ മരണപ്പെട്ടു പോയിട്ടും അവനിങ്ങനെ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വദഖ, അതിന്റെ മഹത്വം ഇതിൽ നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഔ ഇൽമുൻ യുൻതഫഉ ബിഹി, അവന്റെ അറിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശിഷ്യഗണങ്ങളും അവന്റെ ഗ്രന്ഥങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളും അവന്റെ അറിവാണല്ലോ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതുപയോഗിച്ച് ഒരാൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, ഒരാൾ നന്നാകുമ്പോൾ അവന്റെ പ്രതിഫലം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമതായി പറഞ്ഞത് ഔവലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ എന്ന്. അപ്പോൾ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സുഹൃത്തുക്കളും അതേപോലെ തന്നെ സഹോദരങ്ങളും ഒക്കെ തങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. മക്കൾ മാത്രം പ്രാർത്ഥിച്ചാലല്ല, അല്ലാത്തവർ പ്രാർത്ഥിച്ചാലും ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മയ്യത്ത് നമസ്കാരം തന്നെ പ്രാർത്ഥനയാണല്ലോ. മയ്യത്ത് നമസ്കാരം തന്നെ പ്രാർത്ഥനയാണ്. എല്ലാവരും കൂടി നിന്ന് ഒരാൾക്ക് വേണ്ടി അള്ളാഹുവിനോട് റബ്ബേ നീ ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ, റബ്ബേ നീ ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ സ്വർഗം വിശാലമാക്കി കൊടുക്കണേ, ഖബറിടം വിശാലമാക്കി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് ഒരാളെ ഖബറടക്കിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ചുറ്റിലും നിന്നിട്ട് എല്ലാവരും കൂടി പ്രാർത്ഥിക്കുകയാണ് അവന് വേണ്ടി. അള്ളാഹുവെ, അവരെ ചോദ്യം ചെയ്യുന്ന സമയത്ത് നീ ധൈര്യം നൽകണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന നടത്തുകയാണ്. ഈ രൂപത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ മരണപ്പെട്ടതിന് ശേഷം ഒരാൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, മരിച്ച ആളുകൾക്ക് വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യമാണ്.
എന്നാൽ അതല്ലാത്ത ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ടല്ലോ. ആ സൽക്കർമ്മങ്ങളൊക്കെ മരിച്ചവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്ന വിഷയത്തിൽ രണ്ടഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർക്കിടയിൽ കാണാൻ കഴിയുന്നത്. ഒന്ന്, മറ്റൊരാൾക്ക് വേണ്ടി നിർവഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അഥവാ ഒരാൾക്ക് കടമുണ്ട്, മരിച്ച ആൾക്ക് കടമുണ്ട്, ആ കടം മക്കൾ വീട്ടിയാലോ അല്ലെങ്കിൽ വേറൊരാൾ വീട്ടിയാലോ വീടുന്നതാണല്ലോ. അതേ രൂപത്തിൽ നമുക്ക് വീട്ടിയാൽ വീടുന്ന കാര്യങ്ങൾ, മറ്റൊരാൾക്ക് നിർവഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ വേറൊരാൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്നതാണ് എന്നാണ്. അതേപോലെ കടമുള്ള നോമ്പുകൾ ഉണ്ട് എങ്കിൽ, നോറ്റു വീട്ടാനുള്ള നോമ്പുകൾ ഉണ്ട് എങ്കിൽ ആ നോമ്പ് അവർക്ക് വേണ്ടി നോറ്റു വീട്ടാവുന്നതാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ സാമ്പത്തികമായി ഒരാൾക്ക് അയാൾക്ക് വേണ്ടി സ്വതക്ക കൊടുക്കാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഈ രൂപത്തിൽ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങൾ, ഹജ്ജ്, ഉംറ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ വേറൊരാൾക്ക് വേണ്ടി ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ചെയ്യാം. അതല്ലാത്തതൊന്നും, സ്ഥിരപ്പെടാത്തതൊന്നും ഒരാൾക്ക് വേണ്ടി ചെയ്യാൻ പാടില്ല എന്നാണ് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് രണ്ടഭിപ്രായമാണ് ഈ വിഷയത്തിലുള്ളത്. ഒന്ന്, പ്രമാണത്തിലൂടെ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യാം, ഹജ്ജ്, ഉംറ, സ്വതക്ക. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് സ്ഥിരപ്പെട്ടത്, പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെട്ടതൊക്കെ നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യാം. എന്നാൽ പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെടാത്തത്, അതിന്റെ അസുല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ ഇദാ മാത്തൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലുഹു, അവന്റെ പ്രവർത്തനങ്ങൾ അതോടുകൂടി നിലച്ചു എന്നാണല്ലോ. അതുകൊണ്ട് മറ്റൊരാൾക്ക് അവൻ ചെയ്ത പ്രതിഫലം, സൽക്കർമ്മത്തിന്റെ പ്രതിഫലം അവന് അർഹതപ്പെട്ടതാണെങ്കിലല്ലേ മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അള്ളാഹു അത് സ്വീകരിച്ചെങ്കിലല്ലേ അതിന് പ്രതിഫലം ഉണ്ടാവുള്ളൂ. അള്ളാഹു സ്വീകരിച്ചു എന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ലല്ലോ. അതുകൊണ്ട് ഇതിന്റെ പ്രതിഫലം നീ ഇന്നയാൾക്ക് കൊടുക്കണേ എന്ന് പറയണമെങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കുകയും ഇന്നത്ര പ്രതിഫലം കൊടുക്കാമെന്ന് ഏൽക്കുകയും ചെയ്യണമല്ലോ. അതുകൊണ്ട് അത് ചെയ്യരുത് എന്നാണ് നല്ലൊരു ശതമാനം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതാണ് പ്രമാണത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി, ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന് പറയുന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, വമിൻ ഹാദിഹിൽ ആയത്തി ഇസ്തംബത ശാഫിഈ വമൻ തബിഅഹു അന്നൽ ഖിറാഅത ലാ യസ്ലു ഇഹ്ദാഉ സവാബുഹാ ഇലൽ മൗത. ഷാഫി മദ്ഹബ് എന്ന് പറയുന്നവരാണ് കൂടുതൽ ആളുകളും ഇത് ചെയ്യുന്നത്. പക്ഷെ ഇമാം ഷാഫിയും അദ്ദേഹത്തിന്റെ മദ്ഹബിന്റെയും മഷ്ഹൂറായിട്ടുള്ള അഭിപ്രായം, ഒരു സൽക്കർമ്മവും, പ്രമാണത്തിൽ സ്ഥിരപ്പെടാത്ത ഒരു സൽക്കർമ്മവും മയ്യത്തിൽ എത്തൂല എന്നുള്ളതാണ്. മദ്ഹബിന്റെ അഭിപ്രായം, മഷ്ഹൂറായിട്ടുള്ള അഭിപ്രായം അതാണ് എന്നർത്ഥം. അദ്ദേഹം ഈ ആയത്താണ് തെളിവുപിടിച്ചത്. അഥവാ മയ്യത്തിന് അവൻ ചെയ്ത പ്രവർത്തനങ്ങൾ, ഒരു മനുഷ്യന് അവൻ ചെയ്ത പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വേറൊരാള് പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ച് അതിന്റെ പ്രതിഫലം ഹദിയ ചെയ്തതുകൊണ്ട് അത് എത്തുകയില്ല. ലഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം, അത് അവരുടെ കർമ്മങ്ങളിൽപ്പെട്ടതല്ല, അവരുടെ സമ്പാദ്യത്തിൽപ്പെട്ടതല്ല. വലിഹാദാ ലം യൻദുബ് ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. നബിയുടെ ജീവിതത്തിൽ അങ്ങനെ കാണാൻ കഴിയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ മരണപ്പെട്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ ഏറ്റവും അടുത്ത സ്വഹാബിമാർ പലരും മരണപ്പെട്ടവരുണ്ട്. അവരാർക്കു വേണ്ടിയിട്ടും നബി ഒരു പ്രത്യേക സൽക്കർമ്മം ചെയ്തതായിട്ടോ, ഒരു ദിക്ർ ചൊല്ലിയതായിട്ടോ, ഖുർആൻ പാരായണം നടത്തിയതായിട്ടോ സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ അത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. മാത്രവുമല്ല, വല ഹസ്സഹും അലൈഹി, അതിന് പ്രേരണ നൽകിയിട്ടില്ല. വല അർഷദഹും ഇലൈഹി ബിനസ്സിൽ വല ഈമാനിൻ, ഒരു നസ്സിലൂടെയോ അല്ലെങ്കിൽ ഒരു സൂചനയിലൂടെയെങ്കിലുമോ പ്രവാചകൻ അതിലേക്ക് നമുക്ക് ഒരു സൂചന നൽകിയിട്ടില്ല. വലം യുൻഖൽ അൻ അഹദിൻ മിനസ് സ്വഹാബത്തി റളിയല്ലാഹു അൻഹും, സ്വഹാബികളിൽ നിന്നും അവരാരെങ്കിലും അവരുടെ കുടുംബാംഗങ്ങൾക്കോ അവരുടെ സുഹൃത്തുക്കൾക്കോ വേണ്ടി ഖുർആൻ പാരായണം ചെയ്തിട്ടോ, ദിക്റുകൾ ചൊല്ലിയിട്ടോ, മറ്റേതെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടോ അതിന്റെ പ്രതിഫലം ഹദിയ ചെയ്തതിനും യാതൊരു പ്രമാണവുമില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്നത്, സ്ഥിരപ്പെട്ടതാണോ അത് കിട്ടും, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഹജ്ജ്, ഉംറ, സ്വതക്ക, അതേപോലെ തന്നെ അവർക്ക് നോറ്റുവീട്ടാനുള്ള നോമ്പുകൾ,
അതുപോലെ അവരുടെ കടങ്ങളോ അവർ കൊടുത്തു തീർക്കാനുള്ള സക്കാത്തോ ഇത്തരം കാര്യങ്ങളെ ലഭിക്കുകയുള്ളൂ, അല്ലാത്തതൊന്നും ലഭിക്കുകയില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ മതത്തിൽ സ്ഥിരപ്പെട്ടത് ചെയ്യുക. അവർക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ചെയ്യാം. ഒരുറപ്പുമില്ലാത്തത് വെറുതെ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? അത് തന്നെ മതത്തിൽ ഒരു സൽക്കർമ്മം എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യുമ്പോൾ അത് വിദഅത്തായി വരില്ലേ എന്നും കൂടി നമ്മൾ ആലോചിക്കുക. കൂടുതൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.